ഇന്ന് നമുക്കൊരു ചിന്ന വ്ളോഗായാലോ. കയ്യിൽ കൂണാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് കൂണ്. പണ്ടൊക്കെ നമ്മൾ പറമ്പിൽ നിന്ന് പറിച്ചെടുത്തിരുന്നത് ഇപ്പൊ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം. പറമ്പിൽ നിന്ന് പറിച്ചെടുത്ത് നമ്മൾ തോരനും കറിയും വെക്കുന്ന കൂണിന്റെ ടേസ്റ്റ് ഒന്നും ഇപ്പൊ നമ്മൾ വാങ്ങിക്കുന്ന കൂണിനില്ല. പക്ഷേ പറമ്പിൽ നിന്ന് പറിക്കാനില്ലാത്തപ്പം വാങ്ങിച്ചു കൂട്ടുകയല്ലേ നിവർത്തിയുള്ളൂ. നമ്മുടെ ഒരു സ്വന്തം ചേച്ചിയുടെ വീട്ടിലുണ്ടാക്കുന്ന കൂണ് നമുക്ക് കൊണ്ട് തന്നാണ് കേട്ടോ. ഇതൊരു വെറൈറ്റി ടൈപ്പ് കൂണാണേ. ഈ കൂണ് ഞാൻ വാങ്ങിക്കാൻ ഇതുവരെ കണ്ടിട്ടില്ല. ദേ നോക്കിക്കേ, ഇച്ചിരി വലിപ്പവും കളർ വ്യത്യാസവും ഉണ്ട്. ഇന്നലെ ഞാൻ തോരൻ വെച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇന്ന് ഇച്ചിരി കറി വെക്കാന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാം ഇത് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കൂണാണെങ്കിലും ഉപ്പിലും മഞ്ഞപ്പൊടിയിലും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. പണ്ടൊക്കെ നമ്മൾ പറമ്പിൽ നിന്ന് കൂണ് പറിച്ചിട്ട് വരുമ്പോൾ അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഉപ്പിലും മഞ്ഞപ്പൊടിയിലും ഒരുപാട് സമയം ഇട്ട് വെക്കും. വിഷമുള്ള കൂണാണെങ്കിൽ നീല കളറാകും, നല്ല കൂണാണെങ്കിൽ കളർ വ്യത്യാസം ഒന്നും വരത്തില്ല. കൂണൊക്കെ കഴുകിയെടുത്ത് വെള്ളം മാലാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കണം. തേങ്ങ പാലൊഴിച്ചും കൂണുകറി വെക്കാറുണ്ട്, കൂണ് തീയലും വെക്കാറുണ്ട്. ഇത് എന്റേതായ രീതിയിലൊരു കൂണുകറിയാണ് കേട്ടോ. തേങ്ങ കുറച്ച് മൊരിഞ്ഞു വന്നപ്പോഴത്തേക്കും 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മുളക് പൊടി ഇടുന്നത് കാണിക്കാൻ മറന്നുപോയി, സാരമില്ല. 1 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. നന്നായി മൊരിഞ്ഞു വന്നതിന് ശേഷം അത് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടായി അടുപ്പത്ത് വെച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് 2-3 ചെറിയുള്ളി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3 വെളുത്തുള്ളിയും എരിവിന് ആവശ്യമുള്ള പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിലര് കൂണുകറിയിലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കത്തില്ല കേട്ടോ. അതാണ് പറഞ്ഞത്, ഇത് എന്റെ സ്പെഷ്യൽ കറിയാണ്. ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് അരച്ചു വെച്ച് നമ്മുടെ അരപ്പും ചേർത്ത് കൊടുത്തു. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് അധികം ചേർക്കരുതേ, കൂണാണേ. അരപ്പ് നന്നായിട്ട് തിളച്ചു വന്നപ്പം നമ്മുടെ കൂൺ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരപ്പ് തിളയ്ക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ആ പെരിഞ്ചീരകത്തിന്റെ. കൂണെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കാം. ഇതിന്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കണം. അടുപ്പത്തിരുന്ന് തിളയ്ക്കുന്നത് എന്താന്ന് മനസ്സിലായോ? രാവിലെ ഞാനും ശശിയേട്ടനും വെറുമേറ്റി കഴിക്കുന്ന ഡ്രിങ്കാണ് കേട്ടോ. അടിവയറും കുഴപ്പമൊക്കെ നന്നായിട്ട് കുറയുവേ. ഞാൻ ഈ ഡ്രിങ്കിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കേ. രാവിലെ ചായയും കാപ്പിയും ഒക്കെ കുടിക്കുന്നതിന് പകരം ഈ ഡ്രിങ്ക് ശീലമാക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ചപ്പാത്തി ചുടുന്നതിന്റെ ഇടയ്ക്ക് കറിയും കൂടെ നോക്കുന്നുണ്ട്. കൂണൊക്കെ നന്നായി വെന്ത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഡ്രിങ്ക് നന്നായിട്ട് വെന്തിറങ്ങി അത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് കൂണുകറി നോക്കാം. നന്നായിട്ട് കൂണൊക്കെ വെന്ത് സെറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് കസ്തൂരി മേത്തിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കസ്തൂരി മേത്തി അല്ലേ, കസൂരി മെത്തിയാണോ? എന്തുവായാലും ആ ഉണങ്ങിയ ഉലുവാച്ചപ്പ്. അപ്പൊ ഞാൻ ചേർത്തത് ഉണങ്ങിയ ഉലുവാച്ചപ്പാണ് കേട്ടോ. ഇതിലേക്ക് ഇച്ചിരി ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഫ്രഷ് ക്രീമും ചേർത്ത് നമ്മുടെ കറി അങ്ങ് അടച്ചു വെച്ചാൽ കറി സെറ്റായി കേട്ടോ. പലഹാരത്തിന്റെ ചോറിന്റെ ഒക്കെ കൂടെ സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു കറിയാണ് കേട്ടോ ഈ കൂണുകറി. കൂൺ ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. ലൈക്കും കമന്റും ഷെയറും കൊടുക്കാൻ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.